السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. صدق الله العظيم. وقال النبي صلى الله عليه وسلم: إن هذه الأمة تبتلى في قبورها، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഇഅ്തികാഫുകൾ, ഖുർആൻ ഓതലുകൾ, മറ്റു മുഴുവൻ ഇബാദത്തുകളും എല്ലാ ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, യൗമുൽ ആഖിർ. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒന്നാമതായി മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. മരണാനന്തര ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കടമ്പ, മരണം കഴിഞ്ഞാൽ ഒന്നാമത്തെ കടമ്പ ഖബറാണ്. എന്താണ് ഖബർ? ഖബറിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ശരിയായ രീതിയിൽ പറയുവാൻ, കേൾക്കുവാൻ, ഉൾക്കൊള്ളുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഖബർ ജീവിതം സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വ്യക്തമായി ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ ആലമുൽ ബർസഖ്, അത് മറ്റൊരു ലോകമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടക്കപ്പെട്ടതായ മനുഷ്യന്റെ ഖബർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ അവിടെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ, അതല്ല ശിക്ഷകൾ അനുഭവിക്കുകയാണോ എന്നൊന്നും ചിലപ്പോൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്നതായ ആളുകൾ ഈ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് വെക്കാറുണ്ട്. ഖബർ തുറന്ന് നോക്കിയാൽ അവിടെ ഒന്നും കാണൂലല്ലോ, അപ്പോൾ ഇതൊക്കെ കള്ളമാണ്, വ്യാജമാണ്. ബഹുമാനികൾ, അത് മറ്റൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഈ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. അതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഉറക്കമാണ്. മരണത്തെയും ഉറക്കത്തെയും പല സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദൃശ്യപ്പെടുത്തി, താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഖബറിന്റെ ശിക്ഷയെക്കുറിച്ച്, അല്ലെങ്കിൽ ഖബറിന്റെ പ്രതിഫലങ്ങളെക്കുറിച്ച്, ഖബറിന്റെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഉറക്കത്തെക്കുറിച്ച് മനസ്സിലാക്കലാണ്. നമ്മൾക്ക് സാധാരണ ചെയ്യുന്ന ദുആയാണ്. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, ജീവിക്കുന്നു. അങ്ങനെയല്ലല്ലോ, നിന്റെ നാമത്തിൽ ഞാൻ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. അങ്ങനെ പറയുന്നതിന് പകരം നബിതങ്ങളെ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ. ഞാൻ മരിക്കുന്നു, എന്നിട്ട് ജീവിക്കുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയുന്നതോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന. മരിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും, ഉറങ്ങിയതിന് ശേഷം എന്നെ ഉണർത്തിയ അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും എന്നല്ല നമ്മൾ പറയുന്നത്. മരിച്ചതിന് ശേഷം എന്നെ പുതുതായി ജീവിപ്പിച്ച അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. അപ്പൊ എന്താണ് മരണത്തെയും ഉറക്കത്തെയും താരതമ്യപ്പെടുത്തി പറഞ്ഞത്? ഒരാൾ ഉറങ്ങുന്നു, രണ്ടുപേര് ഇവിടെ കിടന്നുറങ്ങുന്നു. ഒരാൾ ഉറക്കത്തിൽ
സ്വർഗത്തെ സ്വപ്നം കാണുന്നു, അനുഗ്രഹങ്ങൾ സ്വപ്നം കാണുന്നു, ഭയങ്കരമായ സുഖലോലുപതയിൽ കഴിയുന്നത്, രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, AC റൂമിൽ കിടക്കുന്ന എല്ലാ സുഖവും ആസ്വദിക്കുകയാണ്. നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ളവരാണ്. സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാം. സ്വപ്നത്തിൽ എന്തെങ്കിലും സുഖം കാണുകയാണെങ്കിൽ ആ സുഖം നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ ഞാനത് അനുഭവിക്കുന്നു, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഉറങ്ങി എഴുന്നേക്കുവാണോ, അൽഹംദുലില്ലാ ഇത് സ്വപ്നമായിരുന്നല്ലോ, സമാധാനമായി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ലോകത്ത് നമ്മളത് യഥാർത്ഥത്തിൽ അനുഭവിക്കുകയാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന രണ്ടുപേരെ നോക്കുന്നു. ഒരാള് ഒരുപാട് സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നു, മറ്റേ ആള് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു സ്വർഗത്തിൽ. പക്ഷെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും മനസ്സിലാകത്തില്ല. അവൻ എന്താണ് സ്വപ്നത്തിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇവൻ എന്താണ് സ്വപ്നത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാനേ കഴിയില്ല. പക്ഷെ അവനെ വിളിച്ചിർത്തി ചോദിച്ചാലോ, ഞാൻ ഇത്ര നേരം ഞാൻ ഇന്നത് അനുഭവിക്കുകയായിരുന്നു. മറ്റേ ആളെ വിളിച്ച് ചോദിച്ചാലോ, ഞാൻ ഇത്രയും നേരം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എന്നവർ പറയും. ഇതുപോലെയാണ് ഖബറിന്റെ അവസ്ഥയും. പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഖബറിന്റെ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ കാണാത്തതിന്റെ പേരിൽ മാത്രം നിഷേധിക്കുക എന്നുള്ളത് വെറും മണ്ടത്തരമാണ്. പറഞ്ഞു വന്നത് ഖബറിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു അൻസാരിയായ സഹാബിയുടെ ഖബറടക്കുന്നതിന് വേണ്ടി പോയി, ജനാസയ്ക്ക് വേണ്ടി. അവിടെ ചെന്നു, ജനാസ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ, ഖബർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നബി തങ്ങൾ ഒരു മരത്തിന്റെ മൂട്ടിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. സഹാബാക്കൾ എല്ലാവരും ചുറ്റും കൂടി നിന്നു. നബി തങ്ങൾ ഇങ്ങനെ തറയിൽ നോക്കിയിരിക്കുകയാണ്. ഒരു വടി കൊണ്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. അഥവാ ഭയങ്കരമായ വിഷമത്തിലിരിക്കുന്നു. ഭയങ്കരമായ വിഷമത്തിലിരിക്കുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാവൂല. നബി തങ്ങൾ ഇങ്ങനെ വടി ഇങ്ങനെ കുത്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ വിഷമത്തിരുന്നു. സഹാബാക്കളൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്, തങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. ഖബറിന്റെ ശിക്ഷ ഭയങ്കരമാണ്. അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, മരിക്കാൻ കിടക്കുന്ന വ്യക്തി സത്യവിശ്വാസിയായ മനുഷ്യനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അവന്റെ അടുക്കൽ മലക്കുകൾ എല്ലാവരും കൂടി വന്നിങ്ങനെ ഒരുമിച്ച് കൂടും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു നല്ല മരണം നസീബാക്കുമാറാകട്ടെ. സത്യവിശ്വാസിയാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ മലക്കുകൾ എല്ലാവരും കൂടി ഇങ്ങനെ ആ മനുഷ്യന്റെ ചുറ്റും ഒരുമിച്ച് കൂടും. ചന്ദ്രനെ പോലെ മുഖവുമായി പ്രകാശിക്കുന്ന രൂപത്തിൽ അവരിങ്ങനെ ഒരുമിച്ചു, കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് മലക്കുൽ മൗത്ത് അസ്രായീൽ ഇങ്ങനെ കടന്നു വരും, അവരുടെ നേതാവായിട്ട്. ഈ മനുഷ്യന്റെ തലയുടെ അടുക്കൽ വന്നിരിക്കും. എന്നിട്ട് അവനോട് സന്തോഷ വാർത്തകൾ പറയും. നിനക്ക് മരണത്തിന് ശേഷം ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കും. എന്നിട്ട് വളരെ എളുപ്പത്തിൽ അവന്റെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്നെടുക്കും. വളരെ എളുപ്പത്തിൽ. എത്രത്തോളം എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു തോൽപാത്രം ഇങ്ങനെ വെള്ളം നിറച്ചിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു. അതിങ്ങനെ കമഴ്ത്തിയിട്ട് ആ കെട്ടിങ്ങനെ അഴിച്ചാൽ എത്ര എളുപ്പത്തിൽ ആ വെള്ളം അതിൽ നിന്ന് പുറത്തു പോയി തീരുമോ അത്രയും എളുപ്പത്തിൽ അവനിൽ നിന്ന് റൂഹിനെ ഊരിയെടുക്കുന്നതാണ്. ആ മലക്കുകളോടൊപ്പം പട്ടിന്റെ വസ്ത്രമുണ്ടാകും, വളരെ സുഗന്ധമുള്ളതായ സ്വർഗത്തിന്റെ വസ്ത്രം, സുഗന്ധപൂരിതമായ വസ്ത്രമുണ്ടാകും. ആ റൂഹെടുത്ത് ആ വസ്ത്രത്തിലേക്ക് വെച്ച് പൊതിയും. ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി പൊതിയും. എന്നിട്ട് ആ മലക്കുകൾ എല്ലാവരും കൂടി ആ റൂഹനെയും കൊണ്ട് ആനയിച്ചുകൊണ്ട് ആകാശത്തേക്ക് പോകും. മലക്ക് വന്നിട്ട് അവനോട് ആദ്യം പറയും, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, നീ സമാധാനമായ റൂഹേ, നീ നിന്റെ രക്ഷിതാവിന്റെ അടുക്കിലേക്ക് സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് നീ പൊയ്ക്കൊള്ളുക എന്ന് പറയും. അങ്ങനെ ആകെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരിക്കും അവന്റെ റൂഹ് ഊരിയെടുക്കുന്നത്. ഇങ്ങനെ ഈ റൂഹിനെയും കൊണ്ട് മലക്കുകൾ ഇങ്ങനെ ആകാശത്തേക്ക് പോകും. ഓരോ മലക്കിന്റെ കൂട്ടങ്ങളിലൂടെയും ഇവരിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ആ മലക്കിന്റെ കൂട്ടങ്ങൾ അവിടെ നിന്നുകൊണ്ട് ചോദിക്കും, ഈ സുഗന്ധപൂരിതമായ റൂഹാരിതാണ്. അതിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും സത്യവിശ്വാസിയുടെ റൂഹിൽ നിന്ന്.
ഓരോ മലക്കുകളും കാണുമ്പോൾ ചോദിക്കും, ഇതാരുടെ റൂഹാണ്, ഇതാരുടെ റൂഹാണ്, എന്ത് സുഗന്ധമാണ് വരുന്നത്. അപ്പോൾ ആ മലക്കുകൾ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് ആ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് ഇന്നയാളുടെ മകനാണ്, ഇന്ന ഗുണങ്ങളുള്ള മനുഷ്യനാണ്, ഇന്ന സ്വഭാവങ്ങളുള്ള വ്യക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ പരിചയപ്പെടുത്തി ഏഴാൻ ആകാശം വരെ കൊണ്ടുപോകും. ഏഴാൻ ആകാശത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്റെ അടിമ ഇതാ വന്നിരിക്കുന്നു, ഈ മനുഷ്യന്റെ പേര് ഇല്ലിയീനിൽ എഴുതി വെക്കുക. അഥവാ സത്യവിശ്വാസികളുടെ റൂഹുകളുടെ പേരെഴുതി വെക്കുന്ന സ്ഥലമാണ്. ഈ മനുഷ്യന്റെ പേര് ഇല്ലിയീനിൽ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഈ മനുഷ്യന്റെ റൂഹിനെ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് മടക്കി കൊടുക്കുക. കാരണം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് തന്നെ അവനെ മടക്കപ്പെടും, രണ്ടാമത് ആ ഭൂമിയിൽ നിന്ന് തന്നെ പുനർജീവിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ റൂഹിനെ അതിന്റെ ശരീരത്തിലേക്ക് മടക്കി അയക്കുക. അവര് ആദരവോടുകൂടി കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആ റൂഹിനെ കൊണ്ടു കൊടുക്കും. അപ്പോഴേക്കും ആ മനുഷ്യന്റെ ശരീരം ഖബറിൽ വെക്കപ്പെട്ടിട്ടുണ്ടാവും. ഖബറിൽ അവന്റെ ശരീരം, അവന്റെ റൂഹ് തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ അവൻ ഉണരും. ഉണർന്നു നോക്കുമ്പോൾ അവന്റെ അടുക്കലേക്ക് അവന്റെ ഇബാദത്തുകൾ ഇങ്ങനെ വരും. നമസ്കാരം, നമ്മൾ നമസ്കരിച്ചതായ നമസ്കാരങ്ങൾ എത്ര ശക്തിയുള്ളതാണോ ആ രൂപത്തിൽ അത് നമ്മളുടെ അടുക്കിലേക്ക് വരും. നമസ്കാരം വന്ന് നമ്മളുടെ തലയുടെ അടുക്കൽ വന്ന് നിൽക്കും. നോമ്പും സക്കാത്തും വന്ന് നമ്മളുടെ വലതും ഇടതും വന്ന് നിൽക്കും. നമ്മുടെ സൽസ്വഭാവം, മറ്റുള്ളവരോടുള്ള നമ്മളുടെ നല്ല പെരുമാറ്റങ്ങൾ അതൊരു രൂപത്തിലായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അവരെ കണ്ടിങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ അവർ പറയും, എഴുന്നേറ്റിരിക്കാൻ പറയും. അങ്ങനെ നമ്മൾ ഖബറിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. ആ സമയത്ത് രണ്ട് മലക്കുകൾ അവന്റെ അടുക്കിലേക്ക് വരും. സാധാരണ നമ്മൾ പറയാറുണ്ട് മുൻകർ നക്കീർ എന്ന്. ഒരു റിവായത്തിൽ കാണാൻ സാധിക്കും, മോശമായ റൂഹിന്റെ അടുക്കിലേക്ക് വരുന്ന മലക്കുകളാണ് മുൻകർ നക്കീർ. വളരെ വിരൂപിയായ രൂപത്തിൽ വരും. സത്യവിശ്വാസിയുടെ അടുക്കിലേക്ക് വരുന്നതായ മലക്കിന്റെ പേര് മുബശ്ശിർ ബഷീർ എന്നായിരിക്കും. സന്തോഷ വാർത്ത അറിയിക്കുന്ന മലക്ക്. നല്ല സുന്ദരമായ രൂപത്തിലായിരിക്കും അവർ വരുന്നത്. രണ്ട് മലക്കുകൾ വളരെ സുന്ദരമായ രൂപത്തിൽ അവരുടെ അടുക്കിലേക്ക് വരും, ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വരും. എന്നിട്ട് അവനോട് പറയും, നിന്നോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ആ മനുഷ്യൻ പറയും, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമൊന്നുമല്ല, എന്നെ വിട്, എനിക്ക് നമസ്കരിക്കാൻ സമയമായി. അല്ലാഹു അക്ബർ. ഖബറിൽ പോയിട്ടും ആ മനുഷ്യൻ നമസ്കാരത്തെക്കുറിച്ചുള്ള ആഗ്രഹമായിരിക്കും. നമ്മൾ ഇവിടെയും താല്പര്യത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി നമസ്കരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമസ്കാരത്തിനോടുള്ള കടമകൾ പൂർത്തിയാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. ഇതുപോലുള്ള നല്ല അവസ്ഥകൾ അള്ളാഹു ഖബറിൽ നൽകും. സത്യവിശ്വാസിയായ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയും, ചോദ്യം പറയാനുള്ള സമയമൊന്നുമല്ല, എന്നെ വിട്, എനിക്ക് നമസ്കരിക്കണം. മലക്കുകൾ പറയും, സമാധാനപ്പെട്, കുറച്ച് ചോദ്യങ്ങൾ നിന്നോട് ചോദിച്ചോട്ടെ. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കും. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? ആ മനുഷ്യൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. നിന്റെ ദീൻ ഏതാണ്? എന്റെ ദീൻ ഇസ്ലാമാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും. ഈ മനുഷ്യനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? അതേത് രൂപത്തിലോ, ചിലപ്പോൾ നബിതങ്ങളെ ഫോട്ടോ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ നബിതങ്ങൾ അവിടെ ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കപ്പെടും, റൗളയെ തുറന്ന് കാണിച്ചു കൊടുക്കപ്പെടും. ഏത് രീതിയിലായാലും നബിതങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഈ മനുഷ്യനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? ആ മനുഷ്യൻ പറയും, കണ്ടിട്ടുണ്ടാവൂല, സഹാബാക്കളല്ലാതെ വേറെ നബിതങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും സത്യവിശ്വാസി ഇത് എന്റെ റസൂലാണ്, എന്റെ നബിയാണ്, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നബിതങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങും. നിനക്ക് ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടി? ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലായതാണ്. ഉടനെ അവന്റെ കാര്യത്തിൽ തീരുമാനമാവും. അവൻ വിജയിച്ചു, ഉടനെ തന്നെ വിളിച്ചു പറയപ്പെടും, ഇന്നാരുടെ മകൻ ഇന്നാർ, അദ്ദേഹം ഇതാ വിജയിച്ചിരിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നുള്ള പുടവ കൊണ്ടു കൊടുക്കൂ, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ നൽകൂ, സ്വർഗത്തിന്റെ വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഇങ്ങനെ വിളിയുണ്ടാവും. അതുപോലെ ഉടനെ തന്നെ എല്ലാം സജ്ജീകരിക്കപ്പെടും. കണ്ണെത്താ ദൂരത്തോളം അവന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കും. എന്നിട്ട് മലക്കുകൾ ഒരു വാതിൽ തുറന്ന് അവനക്ക് സ്വർഗം കാണിച്ചു കൊടുക്കും.
ദാ നീ നോക്കിക്കോ, നീ നാളെ ഖിയാമത്തിന് ശേഷം നീ പോകാൻ പോകുന്ന സ്വർഗം ഇതാണ്, നീ ആസ്വദിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട് അവനക്ക് സ്വർഗം കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോൾ വീണ്ടും സന്തോഷം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. മറുഭാഗത്ത് മറ്റൊരു വാതിൽ തുറന്നിങ്ങനെ കാണിച്ചു കൊടുക്കും, ദാ നീ അനുസരണക്കേട് കാണിച്ചെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ, നീ അവിശ്വാസിയായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ നിനക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വച്ചിരുന്ന നരകം ഇതാണ്, ഈ ശിക്ഷയിലേക്കാണ് നീ പോകേണ്ടിയിരുന്നത്, അള്ളാഹു നിന്നെ സംരക്ഷിച്ചു. അത് കാണുമ്പോൾ സത്യവിശ്വാസിയുടെ സന്തോഷം പിന്നെയും കൂടും. അല്ലാഹു അക്ബർ, ഇത്ര വലിയ ശിക്ഷയിൽ നിന്നാണല്ലോ അള്ളാഹുവെ നീ എന്നെ സംരക്ഷിച്ചത് എന്ന് പറയും. അല്ലാഹു അക്ബർ. അത് കഴിയുമ്പോൾ ഖബറിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരും. വളരെ സുന്ദരമായ രൂപത്തിൽ, വളരെ സുഗന്ധം, വളരെ സൗന്ദര്യം, വെളുത്ത് തുടുത്ത് പ്രകാശിക്കുന്ന മുഖവുമായി ഒരാളിങ്ങനെ കടന്നു വരും. എന്നിട്ട് ആ മനുഷ്യനോട് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരുന്നതായ സമയം ഇതാ വന്നിരിക്കുന്നു, നീ നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക, നീ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങിക്കോ എന്ന് പറയും. ആ മനുഷ്യൻ ചോദിക്കും, സത്യവിശ്വാസിയായ മനുഷ്യൻ ചോദിക്കും, നിങ്ങൾ ആരാണ്, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, നീ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, ഇന്ന് നിന്റെ കൂട്ടിന് ഞാനിതാ വന്നിരിക്കുകയാണ്. എത്ര കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നോ അത്രയും നല്ല സുന്ദരനായ മനുഷ്യനായിട്ട് ആ സൽക്കർമ്മങ്ങൾ നമ്മളുടെ കൂട്ടത്തിൽ ഖബറിലുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾ മയ്യിത്തിനെ അനുഗമിക്കുന്നതാണ്. ഇത്ബഉൽ മയ്യിത സലാസുൻ, 3 പേര് മയ്യിത്തിനോടൊപ്പം ഖബർ വരെ വരും. 2 പേര് തിരിച്ചു പോകും, ഒരാൾ മാത്രം അവന്റെ കൂട്ടത്തിൽ ബാക്കിയായിട്ടുണ്ടാകും. മയ്യിത്തിന്റെ കുടുംബക്കാർ അവന്റെ കൂടെ വരും, അവന്റെ സമ്പത്ത് അവന്റെ കൂടെ വരും, അവന്റെ അമലുകളും അവന്റെ കൂടെ വരും. കുടുംബക്കാരും തിരിച്ചു പോകും, സമ്പത്തും പല വഴിക്ക് പോകും, അവന്റെ അമൽ അവനോടൊപ്പം ഖബറിൽ അവന്റെ കൂട്ടായിട്ടുണ്ടാകും. നാളെ നമുക്ക് എന്താണ് കൂട്ടായിട്ടുണ്ടാകുന്നത്? അതിനു വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടമോടേണ്ടത്, അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ നമസ്കരിക്കുന്നത്, ഈ നോമ്പ് പിടിക്കുന്നത്, ഈ വാത്തുകൾ ചെയ്യുന്നത്, ഇതൊക്കെ നാളെ നമ്മളുടെ ഖബറിൽ നമ്മുടെ കൂട്ടുകാരനായി വരേണ്ടതാണ്. വിപരിശുദ്ധമായ ഖുർആൻ നമ്മളുടെ കൂട്ടുകാരനായി ഖബറിൽ വരേണ്ടതാണ്. അങ്ങനെ ആ മയ്യിത്തിനോട് പറയും, നം കനൗമത്തിൽ അറൂസ്. ആ മയ്യിത്ത് ഈ അനുഗ്രഹങ്ങളും ഈ സന്തോഷവും ഒക്കെ കാണുമ്പോൾ ഉടനെ ഇങ്ങനെ പറയും, എന്നെ ഒന്ന് എന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകാൻ അനുവദിക്കാമോ? എന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് ഒന്ന് പോകാൻ ഒരു അവസരം തരാമോ? എന്തിനാണെന്നറിയുമോ? എനിക്കിവിടെ കിട്ടിയതായ അനുഗ്രഹങ്ങളെ കുറിച്ച് എനിക്ക് അവരോട് പറയണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളും ഈ അമലുകളൊക്കെ ചെയ്യേ, ഞാൻ ഇവിടെ സന്തോഷവും സുഖവും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എന്റെ കുടുംബക്കാരോടൊന്ന് പറയാൻ അനുവാദം തരാമോ? അപ്പോ ആ മനുഷ്യൻ പറയും, ആ അമലുകളാകുന്ന മനുഷ്യൻ പറയും, നം കനൗമത്തിൽ അറൂസ്, നീ പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ. നിന്നെ നാളെ അല്ലാഹു അല്ലാതെ ഇനി ആരും വിളിച്ചുണർത്തുകയില്ല, സുന്ദരമായ രീതിയിൽ ഉറങ്ങിക്കോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ദുനിയാവ് അമലുകളുടെ ലോകമാണ്, ഖബർ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്, റാഹത്തിന്റെ ദിവസമാണ്, റാഹത്തിന്റെ ലോകമാണ്. ഇവിടെ അമലുകൾ ചെയ്ത് തളർന്ന മനുഷ്യൻ പോയി വിശ്രമിക്കേണ്ട സ്ഥലമാണ് ഖബർ. നീ സുന്ദരമായ രീതിയിൽ ഉറങ്ങിക്കോ എന്ന് പറയും. ആ മനുഷ്യൻ പറയും, എത്രയും പെട്ടെന്ന് ഖിയാമത്ത് നാളായിരുന്നെങ്കിൽ ഈ എനിക്ക് ഖിയാമത്ത് നാളാകുമ്പോൾ എൻ്റെ കുടുംബക്കാരെ കാണാൻ പറ്റും മഹ്ശറയിൽ, അവിടെ വെച്ച് എനിക്ക് ഈ സന്തോഷങ്ങളൊക്കെ അവരുമായി പങ്കുവെക്കാമല്ലോ എന്ന ആഗ്രഹത്തോടു കൂടി ആ മനുഷ്യൻ കിടന്നുറങ്ങും. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ഖബറിന്റെ അവസ്ഥ. നബി തങ്ങൾ വീണ്ടും തുടർന്ന് പറഞ്ഞു, ഒരു അവിശ്വാസിയായ മനുഷ്യന്റെ അടുക്കലാണ് മരണം ആഗതമാകുന്നതെങ്കിൽ, ബഹുമാനികളെ, മലക്കുകൾ വളരെ വിരൂപിയായ നിലയിൽ, പേടിപ്പെടുത്തുന്നതായ രൂപത്തിൽ മലക്കുകൾ അവന്റെ ചുറ്റും വന്ന് കൂടി നിൽക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് വളരെ വികൃതമായ രൂപത്തിൽ അവന്റെ അടുക്കൽ വരും. അവരുടെ കയ്യിൽ വളരെ ദുർഗന്ധം വമിക്കുന്നതായ ഒരു വസ്ത്രമുണ്ടാകും. ഈ അവസ്ഥകളൊക്കെ കാണുമ്പോൾ മലക്ക് അവനോട് പറയും, അല്ലയോ മോശമായ ആത്മാവേ, നീ അള്ളാഹുവിന്റെ കോപത്തിലേക്ക്, അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് യാത്ര തുടങ്ങിക്കൊള്ളുക. ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യന്റെ റൂഹ് വെപ്രാളപ്പെടും. അവനിങ്ങനെ ശരീരത്തിൽ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങും. ആത്മാവ് ശരീരത്തിൽ മുഴുവനും ഇങ്ങനെ കിടന്ന് ഓടും. ആ സമയത്ത് വളരെ കടുത്ത രൂപത്തിൽ അവന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് ഊരിയെടുക്കുന്നതാണ്. മരണത്തെക്കുറിച്ച് ചില മഹാന്മാരോട് ചോദിച്ചപ്പോൾ ചില മഹാന്മാർ ഓരോരുത്തരും പല രീതിയിൽ മരണത്തിന്റെ രുചിയെക്കുറിച്ച് പറയുകയുണ്ടായി.
ഒരാൾ പറഞ്ഞത്, ജീവനോടുകൂടി ഒരാളുടെ തൊലി ഉരിക്കുമ്പോൾ എത്ര വേദന ഉണ്ടാകുമോ, എത്ര കടുപ്പമാണോ, അതാണ് മരണത്തിന്റെ വേദന. വേറൊരു മഹാൻ പറയുകയുണ്ടായി, ഒരു വലിയ കുറെ ശിഖരങ്ങളുള്ള ഒരു മുള്ള്, ഒരു കമ്പ്, അതിനകത്ത് കുറെ ശിഖരങ്ങളുണ്ട്, അത് നിറച്ചു മുള്ളുകളുണ്ട്. ആ മുള്ളിങ്ങനെ മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓരോ മുള്ളുകളും മനുഷ്യന്റെ ഓരോ ഞരമ്പുകളിലും നാഡികളിലും ഒക്കെ ഇങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് ശക്തിയായിട്ട് ആ കമ്പിനെ ഒരൊറ്റ വലിക്കുന്നു. എത്ര വേദന ഉണ്ടാകും! ആ മുഴുവൻ ഞരമ്പുകളിൽ നിന്നും ആ മുള്ളു ഇങ്ങനെ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ എത്ര വേദന ഉണ്ടാകും! അതുപോലത്തെ വേദനയാണ് മരണത്തിനെന്ന് പറയുന്നത്. ആ രീതിയിൽ കടുപ്പത്തിൽ മനുഷ്യന്റെ റൂഹിനെ വലിച്ചൂരിയെടുക്കുന്നതാണ്. എന്നിട്ട് ആ ദുർഗന്ധം വമിക്കുമെന്നായ ആ തുണിയിൽ പൊതിഞ്ഞിട്ട് നേരെ ആകാശത്തേക്ക് കൊണ്ടുപോകും. മലക്കുകൾ അവിടെ ഇവിടെയൊക്കെ കാണും. അതിന്റെ ദുർഗന്ധം കാരണം മലക്കുകൾ ചോദിക്കും, ഇതേത് മനുഷ്യന്റെ ആത്മാവാണ്? ഇതെന്ത് ദുർഗന്ധമാണ്? ഇതേത് മനുഷ്യന്റെ ആത്മാവാണ്? അവർ ഏറ്റവും മോശപ്പെട്ടതായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് ഇന്നാരുടെ മകൻ ഇന്നാരാണ്, ഇന്ന മോശമായ സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്, ഇങ്ങനെയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അവനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആകാശത്തിന്റെ വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അത്രയും ദുർഗന്ധം വമിക്കുന്ന ആത്മാവിനെ ആകാശത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, അവനെ സിജ്ജീനിൽ അവന്റെ പേര് എഴുതിക്കൊള്ളുക. മോശപ്പെട്ട ആളുകളുടെ ആത്മാക്കളുടെ പേരുകൾ എഴുതുന്ന സ്ഥലമാണ് സിജ്ജീൻ. അത് ഭൂമിയുടെ അടിത്തട്ടിലാണ്. അവിടെ കൊണ്ടുപോയി കളഞ്ഞേക്കുക എന്ന് പറയും. അങ്ങനെ ആകാശത്ത് നിന്ന് തന്നെ ആ റൂഹിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടും. അവന്റെ പേര് സിജ്ജീനിൽ എഴുതി വെക്കും. മോശപ്പെട്ട ആത്മാവാണെന്ന് എഴുതി വെക്കും. അങ്ങനെ ഖബറിലേക്ക് അവന്റെ റൂഹിനെ തിരിച്ചു നൽകപ്പെട്ടാൽ മലക്കുകൾ അവന്റെ അടുക്കിലേക്ക് വരും. വളരെ മോശപ്പെട്ട രൂപത്തിൽ വരും, വികൃത രൂപത്തിൽ, ഭയപ്പാടോടുകൂടി പേടിപ്പിച്ചുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് വരും. ആ മലക്കുകളെ കാണുമ്പോൾ അവൻ എഴുന്നേറ്റ് ബഹളം വെക്കാൻ തുടങ്ങും, വെപ്രാളപ്പെടാൻ തുടങ്ങും. എന്നെ വിടൂ എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. മലക്കുകൾ അവനോട് ചോദ്യം ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക? നിന്റെ ദീൻ ഏതാണ്? നിന്റെ അള്ളാഹു, നിന്റെ റബ്ബ് ആരാണ്? ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അവൻ ഇങ്ങനെ അട്ടഹസിച്ചു കൊണ്ടേയിരിക്കും. എനിക്കറിഞ്ഞൂടാ, എന്നെ വിടൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. മറുപടി പറയാൻ കഴിയില്ല. ആകാശത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, അവൻ കള്ളനാണ്. അവനിക്കുള്ള ശിക്ഷകൾ തുടങ്ങിക്കൊള്ളുക. നരകത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുക, നരകത്തിന്റെ ശിക്ഷകൾ അവനക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് അവന് വിളിച്ചു പറയപ്പെടും. ബഹുമാനികളെ, നരകത്തിന്റെ ശിക്ഷകൾ കൊണ്ട് നിറയ്ക്കും. ഒരുപാട് പലതരത്തിലുള്ള ശിക്ഷകൾ അവനക്ക് അവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ടെസ്റ്റ് ഡോസ് ആണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ശിക്ഷകൾ മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ആഖിറത്തിൽ കാലാകാലത്തെ ശിക്ഷ അവന് വേണ്ടി കാത്തിരിക്കും. നരകത്തിൽ ഖബറിൽ പാമ്പുകൾ ഉണ്ടാകും. പാമ്പ് അവനെ കൊത്തിക്കൊണ്ടേയിരിക്കും. തീനാളുടെ ദണ്ടുകൾ കൊണ്ട് അവനെ അടിച്ചുകൊണ്ടേയിരിക്കും. തേളുകൾ ഉണ്ടാകും, അതവനെ കൊത്തിക്കൊണ്ടേയിരിക്കും. വളരെ വളരെ അപകടകരമായ ശിക്ഷകൾ അവനക്ക് അവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ഒരു വിരൂപിയായ മനുഷ്യൻ അവന്റെ അടുക്കിലേക്ക് കയറി വരും. വളരെ വിരൂപിയായ ഒരു മനുഷ്യൻ കയറി വരും. എന്നിട്ട് ആ മനുഷ്യൻ പറയും, നീ അനുഭവിച്ചോ, ദുനിയാവിൽ വെച്ച് നിന്നോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടതായ ദിവസമാണ് ഈ വന്നിരിക്കുന്നത്, ഈ ശിക്ഷയൊക്കെ നിനക്കുള്ളതാണ്, നീ അനുഭവിച്ചോ? അവൻ പറയും, നിങ്ങളാരാ ഇതൊക്കെ പറയാൻ? നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ നിന്റെ കർമ്മങ്ങളാണ്, നിന്റെ ആമലുകളാണ്, നീ ദുനിയാവിൽ ചെയ്ത മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ രൂപത്തിൽ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്, നീ അനുഭവിച്ചു കൊണ്ടേയിരുന്നോ എന്ന് പറയും. അല്ലാഹു അക്ബർ. അവന്റെ ദുഃഖങ്ങൾ ഇങ്ങനെ കൂടും. ഒരു ഭാഗത്ത് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കണം, മറുഭാഗത്ത് ദുഃഖം അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. മലക്കുകൾ വന്നിട്ട് നരകത്തിന്റെ വാതിൽ തുറന്ന് കാണിച്ചു കൊടുക്കും. നാളെ ഖിയാമത്ത് നാളിന് ശേഷം നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷകൾ ഇതാണ്. ഇതൊക്കെ വെറും സാമ്പിളാണ്. നിനക്ക് ശിക്ഷ വരാനിരിക്കുന്ന വലിയ ശിക്ഷ, ഈ ശിക്ഷകളാണ് നിനക്ക് വരാനുള്ളതെന്ന് പറഞ്ഞ് നരകത്തിന്റെ അവന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ. അത് കാണുമ്പോൾ വീണ്ടും അവന്റെ വിഷമം കൂടും. എന്നിട്ടോ മാത്രമല്ല, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് കാണിച്ചു കൊടുക്കും, നീ നന്നായി ജീവിച്ചിരുന്നുവെങ്കിൽ, നീ അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിനക്ക് കിട്ടേണ്ടിയിരുന്നത് ഈ സ്ഥാനമാണ്, ഈ സ്വർഗമാണ് നിനക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ നീ ഇതൊക്കെ പാഴാക്കി കളഞ്ഞു, നീ അനുഭവിച്ചു എന്ന് പറയും. അതും കൂടെ കാണുമ്പോൾ മനുഷ്യന്റേതായ വിഷമം പിന്നെയും കൂടും. ഇതാണല്ലോ എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത നഷ്ടബോധവും അവൻ അനുഭവിക്കേണ്ടി വരും. ഈ രീതിയിൽ ഖിയാമത്ത് നാൾ വരെ അവൻ അവിടെ ശിക്ഷയിൽ കഴിയേണ്ടി വരും. ഇതാണ് ബഹുമാനികളെ നരകത്തിന്റെ ഖബറിന്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ.
ഖബറും ഖബറിന്റെ അവസ്ഥകളും ഒക്കെ സത്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ശരീരം ജീർണിച്ചു പോകും. നമ്മൾ സൗന്ദര്യമായി കണ്ടിരുന്നതായ നമ്മളുടെ കണ്ണ്, നമ്മളുടെ മൂക്ക്, നമ്മളുടെ പല്ലുകൾ, നമ്മളുടെ ചുണ്ട്, നമ്മളുടെ മുഖം, നമ്മളുടെ വയറ്, ഇതെല്ലാം ഇങ്ങനെ പൊട്ടി ചീഞ്ഞളിഞ്ഞില്ലാതായി പോകും. പുഴുക്കളുടെ വീടാണ് ഖബർ, നാശത്തിന്റെ വീടാണ് ഖബർ, ശിക്ഷയുടെ വീടാണ് ഖബർ, ഏകാന്തതയുടെ വീടാണ് ഖബർ. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹദീസുകളിലൂടെ വരുന്നുണ്ട്, ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ തൊട്ടും ഹറാമാക്കുന്നതാണ്. മണ്ണിനെ തൊട്ടും ഹറാമാക്കുന്നതാണ്. മണ്ണ് ആ ശരീരങ്ങളെ സ്പർശിക്കുക പോലും ചെയ്യുകയില്ല. ഒരുപാട് മഹാന്മാർക്ക് അല്ലാഹു അത്തരത്തിലുള്ള ഭാഗ്യം നൽകിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിന്റെ ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടാകൂല. അതിലൊന്നാമത്തേത് അമ്പിയാക്കളുടെ ജനാസയാണ്. അമ്പിയാക്കളുടെ ശരീരങ്ങൾ ഖബറിനെ, മണ്ണിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുകയാണ്. എത്ര വർഷം അവർ ഖബറിൽ കഴിഞ്ഞാലും ശരി, ആ ശരീരത്തിന് ഒരു കേടുപാടും വരികയില്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്. അതുപോലെ തന്നെ ശുഹദാക്കൾ, അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ ഷഹീദായതായ ആളുകൾ, അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ തൊട്ടും ഹറാമാക്കുന്നതാണ്. അതുപോലെ പല അമലുകൾ ചെയ്ത് ഏതെങ്കിലുമൊക്കെ ചില അമലുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ മണ്ണിനെ തൊട്ടും ഹറാമാക്കുന്നതാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങളും കിതാബുകളിലൂടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ഇത് തെളിഞ്ഞതായ സംഭവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ തൊട്ടും ഹറാമാക്കുന്നതാണ്. അള്ളാഹു അത്തരത്തിലുള്ള ജനാസകളിൽ നമ്മളുടെ ജനാസയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത്തേത്, ഖബറിലെ ശിക്ഷയും ഖബറിലെ പ്രതിഫലവും ഹക്കാണ്. ഖബറിലെ ശിക്ഷയും ഹക്കാണ്, ഖബറിലെ പ്രതിഫലവും ഹക്കാണ്. ഖബറിലെ ശിക്ഷ വളരെ ഗുരുതരമാണ്. ഖബറിലെ ചോദ്യോത്തരം വളരെ അപകടം നിറഞ്ഞതാണ്. ഖബറിന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ വരുന്നുണ്ട്, അദ്ദേഹം സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ നരകത്തിന്റെ ശിക്ഷകളെക്കുറിച്ചോ മഹ്ശറയെക്കുറിച്ചോ കേൾക്കുമ്പോൾ കരയുന്നതിനേക്കാൾ കൂടുതലായി ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരയുമായിരുന്നു. എന്തുകൊണ്ടാണ്? അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കടമ്പകളിൽ ഒന്നാമത്തെ കടമ്പയാണ് ഖബർ. അവിടെ ജയിച്ചാൽ പിന്നെ അങ്ങോട്ട് എല്ലാ കടമ്പകളിലും അവൻ ജയിക്കും. അവിടെ എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ പിന്നെ അങ്ങോട്ടുള്ള ഓരോ കടമ്പകളും അതിനേക്കാൾ ദുർഘടമായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഖബറിലെ ചോദ്യോത്തരത്തിൽ നിന്ന് അള്ളാഹു കുറെ പേരെ രക്ഷപ്പെടുത്തുന്നതാണ്. ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. ഖബറിലെ ശിക്ഷ ഒരു പരിധിവരെ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. ചെറിയ ചെറിയ നിസാരമായ ചില തെറ്റുകളുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഖബർ ശിക്ഷ അനുഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിന്റെ അടുക്കൽ കൂടി നടന്നു പോവുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഖബറിലുള്ളതായ മനുഷ്യൻ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല്, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള വലിയ തെറ്റുകളൊന്നും അല്ല ചെയ്തത്. അദ്ദേഹം ചെയ്ത തെറ്റ് പരദൂഷണം പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് വലുത് അല്ല, ചെറുതാണെന്നല്ല അതിന്റെ അർത്ഥം. നമ്മളത് ചെറുതായിട്ട് കാണുന്നു, ചെറിയൊരു തെറ്റായിട്ട് അത് കാണുന്നത്. പക്ഷേ ആ പരദൂഷണം എന്ന തെറ്റിന്റെ പേരിൽ അദ്ദേഹം ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ശിക്ഷയെ ഒഴിവാക്കി കൊടുക്കുന്നതാണ്, ചോദ്യോത്തരത്തെ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഷഹീദായ മനുഷ്യർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾക്ക് ഖബറിൽ ചോദ്യോത്തരം ഉണ്ടാവുകയില്ല. ഖബറിൽ പോയ ഉടനെ തന്നെ അവരുടെ അനുഗ്രഹങ്ങൾ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ ആവശ്യമേ അവർക്കില്ല. രണ്ടാമതായിട്ട്, അതിർത്തി സംരക്ഷിക്കുന്നതായ ആളുകൾ, ദീനിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടി രാപ്പകൽ ഉറക്കമില്ലാതെ പരിശ്രമിക്കുന്നവർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ശിക്ഷകൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്, ചോദ്യോത്തരങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ ജുമുഅ ദിവസത്തിന്റെ രാത്രിയിലോ പകലിലോ മരണപ്പെടുന്നവർ, വ്യാഴാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെടുന്നവർ, അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷ ഒഴിവാക്കി കൊടുക്കും. റമളാനിൽ മരണപ്പെടുന്നതായ ആളുകൾ, അവർക്കും ഖബർ ശിക്ഷ ഒഴിവാക്കി കൊടുക്കും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇതൊന്നും നമ്മളുടെ ഇഖ്തിയാറിലുള്ളതല്ല. വെള്ളിയാഴ്ച മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണോ? അള്ളാഹു തീരുമാനിക്കുന്നതാണ്. റമളാനിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിക്കണം. പക്ഷേ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അമലുണ്ട്. ആ അമല് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
അത് ചെയ്യുന്നതായ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേതാണ്? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവൻ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. ആ സൂറത്ത് സ്ഥിരമായി മഗ്‌രിബിന് ശേഷം പാരായണം ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. ഖബറിന്റെ ചോദ്യോത്തരത്തിൽ നിന്നും അവരെ ഒഴിവാക്കുന്നതാണ്. അതുപോലെ അലിഫ് ലാം മീം സജദ പാരായണം ചെയ്യുന്നവർ, സാധാരണ വെള്ളിയാഴ്ച ജുമാ ദിവസം സുബഹിക്ക് പാരായണം ചെയ്യുന്നതായ സൂറത്താണ്. അത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഇത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്, നമ്മളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കാര്യമാണ്. നമ്മൾ ഇത് പതിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ സൂറത്തുൽ മുൽക്ക് ഖബറിൽ വന്ന് നമ്മളുടെ അടുക്കൽ വന്ന് നിൽക്കും. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്നെ കൂട്ടുകാരനാക്കിയവനാണ്, അതുകൊണ്ട് ഇവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണം, ഇവന്റെ ചോദ്യോത്തരം ഒഴിവാക്കി തരണമെന്ന് അത് ശുപാർശ ചെയ്യും. അതിന്റെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതിന്റെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഈ രീതിയിൽ ഇങ്ങനെയുള്ള ചില അമലുകൾ ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൻ്റെതായ ചോദ്യോത്തരങ്ങൾ, ശിക്ഷകൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ മുഅദ്ദിനുകൾ, മസ്ജിദിന് ഖിദ്മത്ത് ചെയ്യുന്നതായ ആളുകൾ, ബാങ്ക് വിളിക്കുന്നതായ ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മളുടെയൊക്കെ കണ്ണിൽ പൊതുവെ നമ്മുടെ മുആശറയിൽ വളരെ വില കുറച്ച് കാണുന്ന ഒരു സമൂഹമാണ് മുഅദ്ദിനുകൾ. മുക്രിമാർ എന്നൊക്കെ പറഞ്ഞിട്ട്, മോദീൻ സാഹിബ്, മോദി മാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ വില കുറച്ച് കാണുന്ന ഒരു സമുദായമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേറ്റം വിലയുള്ള ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹ്ശറയിൽ അവരിങ്ങനെ കഴുത്തുകൾ നീണ്ടവരായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ കഴുത്തുകൾ നീണ്ടവരായിരിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി അഭിമാനത്തോടുകൂടി നിൽക്കുന്നവരായിരിക്കും മസ്ജിദിന് ഖിദ്മത്ത് ചെയ്യുന്നവർ, ബാങ്ക് വിളിക്കുന്ന ആളുകൾ. അഭിമാനത്തോടുകൂടി മുഴുവൻ ജനസമൂഹത്തിന് മുമ്പിൽ അവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നവരായിരിക്കും. അത് മാത്രമല്ല, ഖബറിന്റെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൊട്ട് മാറ്റി കൊടുക്കുന്നതാണ്. ചോദ്യോത്തരങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുന്നതാണ്. ഖബറിലും അവർ അഭിമാനത്തോടു കൂടി കിടക്കും, നാളെ മഹ്ശറയിലും അഭിമാനത്തോടു കൂടി കിടക്കും. അതുകൊണ്ട് ബഹുമാനികളെ, മുഅദ്ദിനുകളായ ആളുകളെ, ബാങ്ക് കൊടുക്കുന്നതായ ആളുകളെ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല. പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യുന്നതായ ആളുകളെ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. അള്ളാഹു ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ പോലുള്ള, ഇസ്മായിൽ നബിയെ പോലുള്ള ഉന്നതരായ പ്രവാചകന്മാരോട് പറഞ്ഞ പണിയാണ് പള്ളി വൃത്തിയാക്കണം കേട്ടോ എന്ന്. പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് വേണ്ടി, നമസ്കരിക്കുന്നവർക്ക് വേണ്ടി, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, ഇത്തികാഫ് ഇരിക്കുന്നവർക്ക് വേണ്ടി പള്ളിയെ വൃത്തിയാക്കി ഇടണം കേട്ടോ എന്ന് പ്രവാചകന്മാരോട് അള്ളാഹു കൽപ്പിച്ചതാണ്. അത്ര വലിയ അമലാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യാനും തയ്യാറാകണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ അഭിമാനത്തോടുകൂടി, വളരെ ആദരവോടുകൂടി കാണുകയും പെരുമാറുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിന്റെ ശിക്ഷകൾ മനുഷ്യർക്ക് ആർക്കും കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. പക്ഷേ മൃഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ഖബറിന്റെ ശിക്ഷയും അനുഗ്രഹങ്ങളും ഒക്കെ കേൾക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കിടക്കുന്ന നിലവിളിക്കുന്നതായ നിലവിളികളും അവന്റെ ബഹളങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ മൃഗങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ വേണമെങ്കിൽ ഖബറിന്റെ ശിക്ഷയെ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു, ഖബറിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മയ്യിത്തിനെയും ഒരു പക്ഷേ നിങ്ങൾ ഖബറിൽ കൊണ്ട് വെക്കുകയില്ല. ജനാസകളെ നിങ്ങൾ അടക്കാൻ മടി കാണിക്കും. അത് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഖബറിന്റെ ശിക്ഷയെ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. ഖബറിൽ ശിക്ഷയുണ്ട്, അത് മൃഗങ്ങൾക്ക് പോലും കേൾക്കാൻ സാധിക്കുന്നതാണ്. ബഹുമാനികൾ, ഇതാണ് ഖബറുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി മനസ്സിലാക്കാനുള്ളതായ ചില കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും, ഖബറിന്റെ ഭയാനകതയിൽ നിന്നും, മരണത്തിന്റെ ഭയാനകതയിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല മരണം അള്ളാഹു നസീബാക്കുമാറാകട്ടെ. ഏറ്റവും നല്ല സ്വീകരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.